അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് പാകിസ്ഥാൻ മൂവ്മെൻ്റ് എന്നുള്ള ഒരു പോവമാണ്. അലംഗീർ ഹാഷ്മി എന്ന് പറഞ്ഞ ഒരു റൈറ്ററിൻ്റെയാണ്. സോ ഈ ഔറംഗസേബ് അലംഗീർ ഹാഷ്മി എന്ന് പറഞ്ഞ ആൾ പാകിസ്ഥാനി റൈറ്ററാണ്. പക്ഷെ അദ്ദേഹം ഇംഗ്ലീഷിലാണ് എഴുതുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒരുപാട് പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് ഏറ്റവും താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, പേജ് നമ്പർ 102-ൽ. പിന്നെ കമ്പാരിറ്റീവ് ലിറ്ററേച്ചറിൻ്റെ ഒരു ആളാണ് നമ്മുടെ ഈ ഒരു റൈറ്റർ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ പുതിയ രീതിയിലൊക്കെ നമുക്ക് ക്ലാസിക്കൽ ടെക്സ്റ്റിനെയൊക്കെ വായിക്കണം. അതായത് മോഡേൺ അല്ലെങ്കിൽ ക്ലാസിക്കൽ ടെക്സ്റ്റിനെ നമ്മൾ പുതിയ ഒരു റീഡിംഗ് മെത്തേഡിലൂടെ വേണം നമ്മൾ വായിക്കാൻ എന്നൊക്കെയുള്ള അഭിപ്രായം പറഞ്ഞ ഒരു മനുഷ്യനാണ് കേട്ടോ. പിന്നെ ഒരുപാട് ബുക്സൊക്കെ എഴുതിയിട്ടുണ്ട്, ഒരുപാട് എസ്സേസ് ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ പാകിസ്ഥാൻ മൂവ്മെൻ്റ് എന്നുള്ള ഈ ഒരു പോം എന്ന് പറയുന്നത്, പാകിസ്ഥാൻ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞ ഒറിജിനലി അവിടെ ഒരു മൂവ്മെൻറ്റ് ഹാപ്പൻ ചെയ്തിട്ടുണ്ട് പാകിസ്ഥാനിൽ. സോ ആ ഒരു മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരു മൂവ്മെൻ്റാണ് പാകിസ്ഥാൻ മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. അതായത് പാകിസ്ഥാൻ മൂവ്മെൻ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഉള്ള ആളുകൾ നമ്മുടെ ആ ഒരു പാർട്ടീഷൻ്റെ സമയത്ത് ഹാപ്പൻ ചെയ്ത മൂവ്മെൻ്റാണ് പാകിസ്ഥാൻ മൂവ്മെൻറ്റ്. അതായത് ഓൾറെഡി അവിടെ താമസിച്ചിരുന്ന കുറേ ആളുകൾ അവരുടെ മദർലാൻഡ് വിട്ട് വേറെ സ്ഥലത്തോട്ട് പോകുന്നു. പാർട്ടീഷൻ എന്ന് പറയുമ്പോൾ നിനക്കറിയാമല്ലോ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പാർട്ടീഷൻ ചെയ്തപ്പോൾ ഇവിടെയുള്ള മുസ്ലിംസ് അങ്ങോട്ട് പോയി, അവിടെയുള്ള ഹിന്ദുസ് ഇങ്ങോട്ട് വന്നു. സോ ആ ഒരു ഇതിനെയാണ് പാകിസ്ഥാൻ മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. ഒരുപാട് ഹൊറിബിൾ സീൻസും ഒരുപാട് ക്രൂവൽറ്റിയും വയലൻസും ഒക്കെ ബ്ലഡ് ഷെഡും ഒക്കെ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചു. ആളുകൾ എന്ത് ചെയ്തു, വീടുകളിലെല്ലാം തീ വെച്ചു, പിന്നെ ഒരുപാട് ആളുകളെ കൊന്നു, പിന്നെ ഒരുപാട് ഗേൾസിനെ കിഡ്നാപ്പ് ചെയ്തു, റേപ്പ് ചെയ്തു. സോ ഇതെല്ലാം ഇതിനകത്ത് വരും. ഈ പാകിസ്ഥാൻ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് അലംഗീർ ഹാഷ്മിയുടെ ഒരു പോമാണ്. അത് പാകിസ്ഥാൻ മൂവ്മെൻറ്റ്, അതായത് 1940-ലാണ് ഈ ഒരു പാകിസ്ഥാൻ മൂവ്മെൻറ്റ് ഹാപ്പൻ ചെയ്തത്. അതായത് ആ സ്വന്തം രാജ്യം വിട്ട ആളുകൾ വേറെ രാജ്യത്തോട്ടൊക്കെ അതായത് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു പോയം എഴുതിയിരിക്കുന്നത്. അതിൻ്റെ പോയത്തിൻ്റെ ടൈറ്റിലും പാകിസ്ഥാൻ മൂവ്മെൻറ്റ് എന്ന് തന്നെയാണ്. ഈ ഒരു പോയത്തിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, എഴുതിയിരിക്കുന്ന പോയറ്റിക് സ്റ്റൈൽ എന്ന് പറയുന്നതും കുറച്ച് ഡിഫറെൻ്റ് ആണ്. 3 പാർട്സായിട്ടാണ് നമ്മുടെ ഈ പോം ഡീൽ ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ടെന്ന് പറയുന്നത് ആ ഒരു പാർട്ടീഷൻ്റെ സമയത്തുണ്ടായിരുന്ന ആ ഒരു ബ്ലഡ് ഷെഡ് അല്ലെങ്കിൽ വയലൻസിനെ കുറിച്ചാണ് ഫസ്റ്റ് പാർട്ട് പറയുന്നത്. സെക്കൻഡ് പാർട്ടെന്ന് പറയുന്നത് എന്താണ്, മൈഗ്രേഷനെ കുറിച്ചാണ് സെക്കൻഡ് പാർട്ട് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ ആ ഒരു ഗ്ലോറിഫിക്കേഷനെ കുറിച്ച്, മുസ്ലിം എംപയറിനെ കുറിച്ച്, ആ മുസ്ലിം കോൺകറേഴ്സിനെ കുറിച്ചൊക്കെ ഉള്ളൊരു ഗ്ലോറിഫിക്കേഷനാണ് സെക്കൻഡ് പാർട്ട്. പിന്നെ തേർഡ് പാർട്ടെന്ന് പറയുന്നത് എന്താണ്, ഇപ്പോൾ സെക്കൻഡ് പാർട്ടിനകത്ത് പിന്നെ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. തേർഡ് പാർട്ടിനകത്ത് എന്താണ്, നമ്മുടെ ഒരു ഹോപ്പിലാണ് എൻഡ് ചെയ്യുന്നത്. അതായത് പാകിസ്ഥാൻ ആസ് എ നേഷൻ, ആ ഒരു ഹോപ്പിൽ അല്ലെങ്കിൽ ഫ്യൂച്ചർ ഓഫ് പാകിസ്ഥാനിൽ വെച്ചിട്ടാണ് ഈ ഒരു പോം എൻഡ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് പേജ് നമ്പർ 104-ൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ടിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ആ ഒരു കുറേ ആളുകൾ മൈഗ്രേറ്റ് ചെയ്യുവാണ്, കുറേ ആളുകൾ കൺഫ്യൂസ്ഡ് ആണ് എവിടെ പോകണം എന്നുള്ളതിൽ. ടോട്ടൽ കൺഫ്യൂഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആഫ്റ്റർ പാർട്ടീഷൻ. പിന്നെന്താണ് പറയുന്നത്, ഈ ഒരു ഇമേജാണ് എല്ലാവരുടെയും മൈൻഡ്. അതായത് പാകിസ്ഥാൻ മൂവ്മെൻ്റ് എന്ന് പറയുമ്പോൾ ആളുകളുടെ എല്ലാ മൈൻഡിൽ ഈ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ വയലൻസ് അല്ലെങ്കിൽ ബ്ലഡ് ഷെഡാണ് ആദ്യം ഓർമ്മ വരുന്നത്. അതായത് പാർട്ടീഷന് ശേഷമുള്ള ഒരു നേഷൻ്റെ ഹിസ്റ്ററി എങ്ങനെയാണ് റീബിൽഡ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷനിലാണ് ആളുകളെല്ലാവരും. ഇപ്പോൾ ഒരു ഹോട്ട് സമ്മർ സീസണിലാണ് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ബൈ ഫൂട്ടായിരുന്നു. പിന്നെ ചിലർ ട്രെയിനിൽ കയറി പോയിട്ടുണ്ട്. ഒരുപാട് പേര് ഇവരെ ആക്രമിക്കാൻ പോകുന്നുണ്ട്. അതായത് ട്രെയിനിൽ കയറി പോകുന്നവരെ എല്ലാവരും കുറേ പേര് ആക്രമിക്കുന്നുണ്ട്. ചിലർ ബുള്ളോ കാർട്സിൽ കയറി പോകുന്നുണ്ട്, കാളവണ്ടി കയറി പോകുന്നുണ്ട്. കുറേ പേരുടെ പൊസഷൻസ് അല്ലെങ്കിൽ കുറേ പേര് തെഫ്റ്റ് നടത്തുന്നുണ്ട്, കുറേ പേര് റേപ്പ് ചെയ്യുന്നുണ്ട്, കിഡ്നാപ്പ് ചെയ്യുന്നുണ്ട് സ്ത്രീകളെയൊക്കെ. ആൻഡ് ഈ ഒരു പാർട്ടീഷനെ കുറിച്ച് ഒരുപാട് ഒപ്പീനിയൻസ് ആണുള്ളത്. അതായത് പാർട്ടീഷൻ നടന്നത് തന്നെ ഒരു ഫേക്ക് പ്രോമിസിലാണ്, ആ ഒരു ബിട്രയലിലാണ്. ബ്രിട്ടീഷുകാർ പോയപ്പോൾ പാർട്ടീഷൻ ചെയ്താണ് ഇന്ത്യയെ. സോ ആ ഒരു പാർട്ടീഷൻ്റെ അതിൻ്റെ ഇടയ്ക്കുള്ള കുറേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ പോയിട്ട് ഇൻഡയറക്റ്റ്ലി ഇതിനകത്ത് പറയുന്നുണ്ട്. എങ്ങും ഡീക്കെയും ഡെത്തും മേർഡേഴ്സും കമ്മ്യൂണൽ വയലൻസും ഒക്കെ ഹാപ്പൻ ചെയ്യുവാണ്. സിറ്റീസ് എല്ലാം തീയിട്ട് നശിപ്പിക്കുകയാണ് ആളുകൾ. അപ്പോൾ ആ ഒരു ഹൊറേഴ്സ് ഓഫ് പാർട്ടീഷനെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. ആൻഡ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാൻഡായിരുന്നു ആ സമയത്ത്, ഒരു ഡ്രീം ലാൻഡായിരുന്നു പാകിസ്ഥാൻ. പക്ഷേ ആഫ്റ്റർ പാർട്ടീഷൻ എന്ത് സംഭവിച്ചു, വളരെയധികം ക്രൂവലായിട്ടുള്ള സംഭവങ്ങളൊക്കെ അവിടെ അരങ്ങേറി. ആൻഡ് ഓക്കെ, പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ ഈ ഇസ്ലാം എന്നുള്ള ഈ ഒരു റിലീജിയൻ എങ്ങനെ വന്നെന്നും പിന്നെ അതിൻ്റെ ആ ഒരു ഇസ്ലാമിക് റൂളേഴ്സിൻ്റെ, അതായത് മുഗൾ റൂളേഴ്സിൻ്റെ ഒരു ഗ്ലോറിഫിക്കേഷനാണ് ഇനി അടുത്ത സെൻറ്റൻസിനകത്ത് നമ്മൾ പറയാൻ പോകുന്നത്. സോ ഇനി പറയാൻ പോകുന്നത് നമ്മുടെ പോയറ്റ് പറയുവാണ്,
പാർട്ടീഷനിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് പോയിട്ടിന് ഫസ്റ്റ് ഹാൻഡ് വിറ്റ്നസ് അല്ല പോയിട്ട് അതൊന്നും വിറ്റ്നസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ല, ബുക്ക് വഴി അറിഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. അതായത് ഫിസിക്കലി പ്രസൻ്റ് ആയിരുന്നില്ല പാർട്ടീഷൻ നടന്നു കഴിഞ്ഞ സമയത്ത് നമ്മുടെ പോയിട്ട് ബുക്ക് വഴി അറിഞ്ഞതാണ് ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെന്ന്. സോ ഇയാൾ പറയുവാണ് ശരിക്കും പറഞ്ഞാൽ അയാൾ അവിടെ ഉണ്ട്, ആ ഒരു ലാൻഡിൽ ഈ ഒരു ക്രൂവൽറ്റി നടന്നപ്പോൾ അയാളുടെ പ്രസൻസ് അവിടെ ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഈ ഒരു പോയം എഴുതിയിരിക്കുന്നത്. അതായത് ഇയാൾ ഒരു പാസ്റ്റിൽ നിന്ന് പ്രസൻറ്റിലോട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ജേർണി അണ്ടർടേക്ക് ചെയ്യുകയാണ് നമ്മുടെ പോയറ്റ്. അപ്പം അല്ലെങ്കിൽ ഓക്കെ, ആൻഡ് ദെൻ വെൻ ഹി റീച്ചസ് പാസ്റ്റിലോട്ട് എത്തിയപ്പോൾ എന്താണ് ആ ഒരു പിന്നെ എന്തൊക്കെയാണോ സംഭവിക്കുന്നത്, ഇദ്ദേഹം ഒരു ടോൾ ബിൽഡിങ്ങിൻ്റെ പുറത്ത് കയറി ഇന്ന് എല്ലാവർക്കും എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ആര് പറയുന്നത്, പോയറ്റ് പറയുന്നത്. ഒരു ടോൾ ബിൽഡിങ്ങിൻ്റെ പുറത്ത് പോയി വെയിറ്റ് ചെയ്യുകയാണ്. അതായത് ഈ ഒരു വയലൻറ്റും ഹൊറർ നൈറ്റും ഇതുപോലത്തുള്ള ഈ ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ വിറ്റ്നസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയുവാണ് അയാൾ വെയിറ്റ് ചെയ്തിരിക്കുവാണ് ഈ ഒരു ലാൻഡിൽ വീണ്ടും പ്രോസ്പെരിറ്റി അല്ലെങ്കിൽ ഒരു ബ്രൈറ്റ് ഡേക്ക് അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് തിരിച്ച് വരും എന്നുള്ള രീതിയിൽ ഇയാൾ വെയിറ്റ് ചെയ്തിരിക്കുവാണെന്ന് പറയുവാണ്. പിന്നെ എന്താണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ഗ്രീൻ ലാൻഡ് എന്നാണ് ഇവിടെ വിശേഷിപ്പിച്ചേക്കുന്നത് കേട്ടോ. പിന്നെ ഓക്കെ, അതായത് USSRന്റെ ഡിസൻറ്റഗ്രേഷനെ കുറിച്ചൊക്കെ ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ആ ഒരു കൺട്രിയുടെ ആ ഒരു യൂണിഫിക്കേഷനെ കുറിച്ച് പറയുന്നുണ്ട്, ഒത്തൊരുമയെക്കുറിച്ച് പറയുന്നുണ്ട്. അതിനെയൊക്കെ ഓർത്തെടുക്കുകയാണ് ആരും നമ്മുടെ പോയറ്റ്. USSRന്റെ ഡിസൻറ്റഗ്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ USSR എന്ന് പറയുമ്പോൾ ഒരുപാട് രാജ്യങ്ങളുടെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ USSR എന്ന് പറഞ്ഞിരുന്നത്. അത് പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ അതങ്ങ് ഡിസൻറ്റഗ്രേറ്റഡ് ആയിപ്പോയി. 1991 ആ രാജ്യങ്ങളെല്ലാം ഇൻഡിപെൻഡൻസ് വേണമെന്ന് പറഞ്ഞ് എല്ലാം ഇൻഡിപെൻഡൻറ്റ് രാജ്യങ്ങളായി മാറാൻ തുടങ്ങി, ഈ ഒരു ഗ്രൂപ്പായിട്ടുള്ള രാജ്യങ്ങൾ ഫുള്ളും. അപ്പോൾ ആ സമയത്തും പാകിസ്ഥാന് വലിയ പങ്കാണ് അതിനകത്ത് വഹിക്കാനുള്ളത് എന്നൊക്കെ പറയുവാണ് കേട്ടോ. പിന്നെ തേർഡ് പാർട്ടിനകത്ത് എന്താ പറഞ്ഞേക്കുന്നത്, ഈ ഒരു പോയിട്ട് പറയുകയാണ് ഫ്യൂച്ചർ എന്ന് പറയുന്നത് വളരെയധികം ബ്രൈറ്റ് ആണ്. അദ്ദേഹം കുറേ മെറ്റഫേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. സോ പിന്നെ എന്താണ് പ്ലാന്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, സ്ലോ മൂവിങ് വാട്ടറിനെ കുറിച്ച് പറയുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ സോവിങ് ആൻഡ് റീപ്പിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് സോയിങ് ആൻഡ് റീപ്പിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ വിളവെടുക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്, നടുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെ കുറേ മെറ്റഫേഴ്സ് വെച്ചിട്ടാണ് അദ്ദേഹം ഫ്യൂച്ചറിനെ, ആ ഒരു ബ്രൈറ്റ് ഫ്യൂച്ചറിനെ ഇവിടെ പോയിട്ട് കാണിക്കുന്നത്. അപ്പോൾ പാസ്റ്റ് എന്ന് പറയുന്ന ഒരു വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യുവാണ് ഇയാൾ. പ്രസൻറ്റ് എന്ന് പറയുന്നത് വളരെയധികം ഡീപ്പായിട്ടുള്ള കാര്യമാണ്. ഫ്യൂച്ചർ എന്ന് പറയുന്നത് എന്താണ്, ഹോപ്പാണുള്ളത് ഫ്യൂച്ചറിൽ. അപ്പം 3 കാലഘട്ടത്തിനെ ഇദ്ദേഹം പല ഇതുമായിട്ട് കമ്പയർ ചെയ്തേക്കുവാണ്. പിന്നെന്താ പറഞ്ഞേക്കുന്നത്, ഒരു മെസ്സേജ് പോലെ പോയിട്ട് ലാസ്റ്റ് തരുവാണ്. എന്താണ്, ഗുഡ്നെസ് വേണോ അല്ലെങ്കിൽ പ്രോസ്പെരിറ്റി വേണോ അല്ലെങ്കിൽ കമ്മ്യൂണൽ ഹാർമണി വേണം നമ്മൾ ഫ്യൂച്ചറിൽ കൊണ്ടുവരാൻ. അതായത് പാകിസ്ഥാൻ എന്നാൽ മാത്രമേ ഡെവലപ്ഡ് ആവൂ അല്ലെങ്കിൽ ബെറ്റർ ആവത്തുള്ളൂ. അങ്ങനെ പറഞ്ഞിട്ടാണ് ഈ പോയം എൻഡ് ചെയ്യുന്നത്. അതായത് മെസ്സേജ് എന്താണ് പറയുന്നതെങ്കിൽ നമ്മൾ ഫെല്ലോ ബീയിങ്സിൻ്റെ അടുത്ത് നമ്മൾ നല്ലത് ചെയ്യുക, എന്നാൽ മാത്രമേ നമ്മുടെ രാജ്യവും രക്ഷപ്പെടത്തുള്ളൂ. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ഫ്രീഡം നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, നമ്മുടെ ഫ്രീഡത്തിനെ. ആൻഡ് പിന്നെന്താണ്, ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലാനറ്റിൻ്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ആ ഒരു നമുക്ക് നല്ലപോലെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഈ പ്ലാനറ്റിൽ ഒരുപാട് ഫ്രേഗ്രൻസ് ഉണ്ട്, ഒരുപാട് ഈ ഒരു പ്ലാനറ്റ് തന്നെ ഒരു ബ്യൂട്ടി ഉണ്ട്. അതെല്ലാം എൻജോയ് ചെയ്ത് നല്ല കാര്യങ്ങൾ മാത്രം ചെയ്ത് ജീവിക്കണം എന്നാണ് പോയിട്ട് പറയുന്നത്. ഇതാണ് ഒരു റഫ് സമ്മറി എന്ന് പറയുന്നേടാ. പിന്നെ വാട്ട് ഇസ് പാകിസ്ഥാനി മൂവ്മെൻറ്റ് എന്നുള്ളൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. പേജ് നമ്പർ 106 തേർഡ് ക്വസ്റ്റൻ എന്ന് വെച്ചാൽ പാകിസ്ഥാനി മൂവ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്, പീപ്പിൾ അവരുടെ മദർലാൻഡിൽ നിന്ന് വേറെ സ്ഥലങ്ങളിലോട്ട് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നു ആഫ്റ്റർ പാർട്ടീഷൻ കേട്ടോ. പാകിസ്ഥാൻ മൂവ്മെൻറ്റ് ഹാപ്പൻ ചെയ്ത് 1940 പിന്നെ 3 പാർട്സ് ആണ് ഇതുള്ളത്, നമ്മൾ നേരത്തെ പറഞ്ഞു. മെറ്റഫേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് പേജ് നമ്പർ 107 7th ക്വസ്റ്റ്യൻ. പിന്നെ മെയിൻ തീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെത്ത്, പാർട്ടീഷൻ, വളരെ സെൻറ്റിമെൻ്റൽ ആയിട്ടുള്ള ഇഷ്യൂസിനെ കുറിച്ചൊക്കെയാണ് ഈ ഒരു റൈറ്ററിൻ്റെ പോയട്രി സാധാരണയായിട്ട് ഡീൽ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ആഫ്റ്റർ ഇഫക്റ്റ് എന്തായിരുന്നു പാകിസ്ഥാൻ മൂവ്മെൻറ്റിൻ്റെ, അതായത് ഒരുപാട് ഹൊറിബിൾ സീൻസ് ഹാപ്പൻ ചെയ്തു, വീടുകളൊക്കെ കത്തി നശിപ്പിച്ചു, ഒരുപാട് ആളുകൾ മരിച്ചു, ഒരുപാട് പേര് അറ്റാക്ക് ചെയ്തു, ഗേൾസിനെ കിഡ്നാപ്പ് ചെയ്തു, റേപ്പ് ചെയ്തു. ദെൻ സ്ട്രക്ചർ ഓഫ് ദ പോം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും, 3 പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഓരോ പാർട്ടിലും എന്താണ് പറഞ്ഞേക്കുന്നതെന്ന് പറയുക കേട്ടോ.
പിന്നെ മെസ്സേജ് എന്താണെന്നുള്ളത് മിസ് അവസാനം പറഞ്ഞു. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുക, കമ്മ്യൂണൽ ഹാർമണി പ്രൊട്ടക്റ്റ് ചെയ്യുക, നമ്മുടെ ഫ്രീഡം പ്രൊട്ടക്റ്റ് ചെയ്യുക, കമ്മ്യൂണൽ ഹാർമണി കൊണ്ടുവരിക, പിന്നെ എന്ത് ചെയ്യുക, നമ്മുടെ പ്ലാനറ്റിൻ്റെ ബ്യൂട്ടിയും ഫ്രേഗ്രൻസും ഒക്കെ എൻജോയ് ചെയ്ത് ജീവിക്കുക. ഓക്കെ, ദെൻ ലാസ്റ്റ് സെക്ഷനകത്ത് എന്താ പറഞ്ഞേക്കുന്നതെന്ന് മിസ് പറഞ്ഞു. പിന്നുള്ളത് ഇപ്പോൾ പാകിസ്ഥാൻ മൂവ്മെൻറ്റിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എങ്ങനെയാണ് ഈ ഒരു പോയത്തിനകത്ത് പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ മിസ് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഒരു റഫ് സമ്മറി പോലെ അങ്ങ് പറഞ്ഞാൽ മതി. പാകിസ്ഥാൻ മൂവ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു പോവമും പാകിസ്ഥാൻ മൂവ്മെൻറ്റ് എന്നുള്ള ടൈറ്റിൽ കൊടുത്തിട്ട് പോയിട്ട് എഴുതിയിരിക്കുന്നത്.